വെൽക്കം ബാക്ക് അലിയൻസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെഷീൻ ലേണിംഗ് വി എസ് ഡീപ്പ് ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്താണെന്ന് ഞാൻ ഇന്നലെ കുറേ പറഞ്ഞിട്ടുണ്ട്. ഡീപ്പ് ലേണിങ്ങിനെ കുറിച്ചും പറഞ്ഞു തന്നായിരുന്നു. അപ്പം മെഷീൻ ലേണിംഗ് വി എസ് ഡീപ്പ് ലേണിംഗ്, അതിനകത്ത് മെഷീൻ ലേണിങ്ങിന് കുറേ അൽഗോരിതംസ് ഉണ്ട്, ഡീപ്പ് ലേണിങ്ങിൽ വേറെ കുറേ അൽഗോരിതംസ് ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് എന്താണെന്ന് കുറേ നോക്കാം. മെഷീൻ ലേണിങ്ങിൽ വരുന്നത് മെയിനായിട്ടുള്ള കാര്യം, അതിനകത്ത് പറഞ്ഞ അൽഗോരിതംസ് ആണ് റാൻഡം ഫോറസ്റ്റ്, ഗ്രേഡിയൻറ്റ് ബൂസ്റ്റ്, നൈവ് ബയാസ്, നിയറസ്റ്റ് നെയ്ബർ, സപ്പോർട്ട് വെക്ടർ മെഷീൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മെഷീൻ ലേണിങ്ങിൽ വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് സൂപ്പർവൈസ് ലേണിംഗ്, അൺസൂപ്പർവൈസ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആൻഡ് സെമി സൂപ്പർവൈസ് ലേണിംഗ്. ഞാൻ ഇന്നലെ പറഞ്ഞു എന്താണ് സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. സൂപ്പർവൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലേബിൾഡ് ഡേറ്റ ആയിരിക്കും. ആ ഡേറ്റയിൽ കുറച്ച് ലേബിൾസ് ഉണ്ടാകും. അതായത് സൈസ് വെച്ചിട്ട് ക്യാൻസർ സെല്ലിൻ്റെ സൈസ് വെച്ചിട്ട് ക്യാൻസർ ഉണ്ടോ ഇല്ല എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ സൂപ്പർവൈസ് ലേണിംഗ് ആണ്. അൺസൂപ്പർവൈസ് എന്ന ലേബിൾ ചെയ്തിട്ടില്ലാത്ത ഡേറ്റാസ്. ഇനി റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ മോഡൽ കാര്യങ്ങൾ നോക്കി പഠിക്കും, സ്വന്തമായിട്ട് പഠിക്കും, എറർ വരും, അതെടുത്തതിന് തിരുത്തും, അങ്ങനെ പഠിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. സെമി സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അൺസൂപ്പർവൈസ് ലേണിംഗ് സൂപ്പർവൈസ് ലേണിംഗ് കൂടെ ചേർന്നതാണ്. ലേബിൾ ഡേറ്റ ഉണ്ടാവും, ലേബിൾ ഇല്ലാത്ത ഡേറ്റ ഉണ്ടാവും. ഡീപ്പ് ലേണിങ്ങിൽ വരാൻ നേരത്താണ് ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക്? ഒരു ഹ്യൂമൻ ബ്രെയിനിലെ ന്യൂറോൺസ്, ആ ന്യൂറോൺസിൽ നിന്ന് സയൻറ്റിസ്റ്റ്സ് പ്രൂവ് ചെയ്ത് എടുത്തതാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ന്യൂറൽ നെറ്റ്വർക്ക്, ഫുള്ളി കണക്റ്റഡ് ന്യൂറൽ നെറ്റ്വർക്ക്, കൺവെൻഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, ഇതിനകത്ത് ഡീപ്പ് ലേണിംഗിൽ വരുന്നതാണ്. റെക്കറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക്, ട്രാൻസ്ഫോമർ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഇപ്പം വാട്ട് ഈസ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പഠിക്കാം. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ കുറച്ച് ഡേറ്റ, എനിക്കിപ്പം കുറച്ച് ഫുഡ്സ് കാര്യങ്ങളുണ്ട്, രാമൻ, സ്പെഗാറ്റി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ ഇതുണ്ട്, കുറച്ച് ഫുഡിൻ്റെ കുറച്ച് ഇമേജസ്, പിന്നെ കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളുണ്ട്, കുറച്ച് വാട്ട് യു ആർ ലേറ്റർ, ഇങ്ങനെ കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു വോയിസ്. ഈ ഇൻപുട്സിനെല്ലാം നമ്മളൊരു മോഡലിലോട്ട് ഇടാൻ നേരത്ത് അതെല്ലാം ഒരു ടെൻസറാക്കി മാറ്റും. ടെൻസർ നമ്പേഴ്സ്, ന്യൂമറിക്കൽ എൻകോഡിംഗ് എന്നാണ് പറയുന്നത് ഇതിന്. നമ്മളിടുന്ന ഡേറ്റ എല്ലാം നമുക്ക് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്പേഴ്സാണ്. കമ്പ്യൂട്ടറിന് ഈ ഇമേജ് കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഞാനിപ്പം ഈ ഇടുന്ന വീഡിയോ വരും, കമ്പ്യൂട്ടറിന് ഇതെല്ലാം ജസ്റ്റ് നമ്പേഴ്സാണ്, നമുക്ക് മാത്രം വിഷ്വലൈസ് ചെയ്യാനാണ് ഈ വീഡിയോയും കാര്യങ്ങളും. കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ നമ്പേഴ്സ് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതിന് ന്യൂമറിക്കൽ എൻകോഡിങ്, നമ്മളിടുന്ന ഡേറ്റയിൽ നമ്മളിപ്പം കാണുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് സീറോസ് വൺസും ആയിട്ടാണ് ഇതിന് മനസ്സിലാവുന്നത്. ജസ്റ്റ് 0, 1 കാര്യങ്ങളും നമ്പേഴ്സായിട്ടാണ് നമ്മളെ കമ്പ്യൂട്ടറിന് മെഷീന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മളിടുന്ന ഡേറ്റയെല്ലാം എന്താണ്, നമ്പേഴ്സാക്കി മാറ്റും. ഇതെല്ലാം ഒരു നമ്പറാണ്, ഇതെല്ലാം നമ്പേഴ്സാണ്. നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇതുള്ളൂ. ഈ മെഷീന് ഇതെല്ലാം നമ്പേഴ്സ്. മെഷീൻ ഇതെന്തുവാ, ഈ വീഡിയോ എന്തുവാണെന്ന് കാണത്തില്ല, നമ്പേഴ്സായിട്ട് അതിനറിയത്തുള്ളൂ. അതിനെല്ലാം നമ്പറുണ്ട്. അപ്പം ന്യൂമറിക്കൽ എൻകോഡിങ് ചെയ്ത നമ്പേഴ്സ് ടെൻസർ ആക്കി മാറ്റും. ടെൻസർ എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടെൻസർ നമ്മളെ ന്യൂറൽ നെറ്റ്വർക്കിൽ എന്തൊക്കെയുണ്ട്, അതിനകത്തൊരു ന്യൂറോൺ ഉണ്ട്, പിന്നെ അതിൽ ആക്സോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, സിനാപ്റ്റിക് നോബുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരിക്കും, ബയോളജി പഠിച്ചിട്ടുള്ളതൊക്കെ അറിയാം. അതുപോലെ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കും അതിൽ നിന്ന് തന്നെ എടുത്തതാണ്. അതിൽ നമുക്ക് ഇൻപുട്ട് ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ഇപ്പം ഈ ന്യൂമറിക്കൽ എൻകോഡിങ് ചെയ്ത ഈ ഇൻപുട്ട് നമ്മൾ ആ ഇൻപുട്ട് ലെയർസിലോട്ട് വരും. അതിനകത്ത് കുറച്ച് വെയിറ്റും ബയാസും കൂടെ ഇട്ട് അതിനൊന്ന് കലക്കും. അതിൽ ഫസ്റ്റ് റാൻഡമായിട്ട് കുറച്ച് വെയിറ്റ് ബയാസ് കാര്യങ്ങളിടും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഹിഡൻ ലെയർ ഉണ്ട്, പിന്നെ ഒരു ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. ഔട്ട്പുട്ട് ലെയർ. അപ്പം ഇതിന് ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ ഈ ന്യൂറോൺ എന്താണെന്ന് നോക്കും. അതുപോലെ തന്നെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക്. ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇൻപുട്ട്
ഇവിടെ വരും. ഔട്ട്പുട്ടാണ് നമ്മളെ വൈ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഇൻപുട്ട് വരും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എക്സ്, പിന്നെ നമ്മളെ വെയിറ്റ് പ്ലസ് ബയാസ്. നമ്മൾ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, ആ ഒരു ഇക്വേഷൻ പോലെയല്ലേ ഇരിക്കുന്നത്, ഇതുപോലെ തന്നെയാണ് ഇതും. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പം നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് വരാൻ നേരത്ത് ഇവിടെ നമുക്ക് ഈ ഇമേജ് എടുത്ത് നോക്കാം. ഇതാ ഇവിടെ നല്ല എക്സാമ്പിളാണ്. നമ്മളെ നോർമൽ നമ്മളെ തലച്ചോറിലുള്ള ന്യൂറോൺസ്, അതുപോലെയാണ് ന്യൂറൽ നെറ്റ്വർക്ക്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. നമ്മുടെ ഇവിടെ ന്യൂറോൺ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. ഇതാണ് ഡെൻഡ്രൈറ്റ്സ്. പിന്നെ ആക്സോൺ ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ന്യൂറോൺസായിട്ട് കണക്ട് ചെയ്ത്, തലച്ചോറിൽ ഇഷ്ടംപോലെ കോടിക്കണക്കിന് ന്യൂറോൺസ് ഉണ്ട്. അപ്പം ഈ ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്ത് സെൽ ബോഡി ഉണ്ട്, ആക്സോൺ ഉണ്ട്, ഇത് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമ്മളെ ഡെൻഡ്രൈറ്റ്സ് കൂടെ ഇപ്പോൾ വേറൊരു ന്യൂറോണിൽ കൂടെ വന്ന ഇൻപുട്ട് നമുക്ക് തലച്ചോറിൽ കൂടെ പെട്ടെന്ന് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എനിക്കത് വലിയ പിടിയില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇതിനെക്കുറിച്ച് വലിയ പിടിയുണ്ട്. അപ്പം കുറച്ച് ഇൻപുട്ട്സ് നമുക്ക് വേറൊരു ന്യൂറോണിൽ നിന്ന് ഇങ്ങോട്ട് വരും. അതുപോലെയാണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് കുറച്ച് ഇൻപുട്ട്സ് വരും. നേരത്തെ പറഞ്ഞുള്ള ഇൻപുട്ട്സ് വരും. ഇതിലൂടെ കുറച്ച് വെയിറ്റ് ബയാസും കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മളെ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മളെ ഇൻപുട്ട്സ് വരുന്നത് ഇവിടെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് പ്രോസസ്സ് ചെയ്യും. പിന്നെ ഈ ആക്സോണിൽ കൂടെ പോയി ഔട്ട്പുട്ട് വരും. ഇതുപോലെ തന്നെ ഈ ഔട്ട്പുട്ട് ലെയറിൽ കൂടെ പോയി നമുക്കൊരു ഔട്ട്പുട്ട് വരും. ആക്ടിവേഷൻ ലെയർസ് ഉണ്ട്. ആക്ടിവേഷൻ റെലു, സോഫ്റ്റ് പാക്സ്, ഇഷ്ടംപോലെ ആക്ടിവേഷൻ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് പഠിക്കാം. ഡീപ്പ് ലേണിങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഫസ്റ്റ് മനസ്സിലായിരിക്കുന്ന കാര്യമാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ഇൻപുട്ട് ലെയർ ഉണ്ട്, ഹിഡൻ ലെയേഴ്സ് ഉണ്ട്, ഔട്ട്പുട്ട് ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ഇൻറ്റു ഇൻപുട്ട് പ്ലസ് വെയിറ്റ് ഇൻറ്റു വെയിറ്റ് 2 ഇൻറ്റു ഇൻപുട്ട് പ്ലസ് ഇഷ്ടംപോലെ വെയിറ്റ് ഇൻപുട്ട് നമുക്കുണ്ട്. അപ്പം ഇതെല്ലാം ഇൻപുട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ബാക്ക് ടു ദ കോഡ് ഇവിടെ വരാം. അതുപോലെ നമ്മളെ ന്യൂറൽ നെറ്റ്വർക്ക് കൂടെ ഈ ഒരു ഇൻപുട്ട്സ്, ഈ ഒരു ടെൻസർ കടന്നു പോകും. അതിൻ്റെ വെയിറ്റ് പ്ലസ് ബയാസ് കാര്യങ്ങൾ ആഡ് ചെയ്യും. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കോഡ് ചെയ്ത് കാണിച്ചു തരാം. അതെല്ലാം ഇങ്ങനെ വരുമ്പോൾ നേരത്തെ നമുക്കൊരു ഔട്ട്പുട്ട് ലെയർ വരും. അപ്പോൾ നമ്മൾ മോഡൽ പറയും. ഇതിട്ട് കൊടുത്ത് ഈ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മോഡലിന് എന്തുവാണെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ഒരു പൂച്ചയുടെ ഇമേജ് ഇട്ട് അത് പൂച്ചയാണോ ക്യാറ്റാണോ എന്ന് മെഷീൻ അറിയാമോ? നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് പൂച്ചയാണെന്ന്. പക്ഷേ ഒരു മെഷീൻ കണ്ടാൽ പൂച്ചയാണോ ക്യാറ്റാണോ എന്ന് എങ്ങനെ അറിയും? മെഷീൻ നമ്പർ ആക്കിയിട്ട് മെഷീൻ പ്രഡിക്റ്റ് ചെയ്യും. അതാണ്ട് ഈ നമ്പർ ഇങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്തത്. ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെയാണ്. നമുക്കൊരു പൂച്ചയെ കാണാത്ത നമ്മളെ തലച്ചോറിലോട്ട് നെക്സ്റ്റ് ന്യൂറലോട്ട് ഡെൻഡ്രൈറ്റ് വഴി നമുക്ക് കുറച്ച് ഇൻപുട്ട് വന്നിട്ട് നമുക്ക് പൂച്ചയാണെന്ന് മനസ്സിലാവും. അതുപോലെ നമുക്ക് മെഷീനിലും ഇങ്ങനെ തന്നെ മനസ്സിലാവുന്നത്. മെഷീനിലോട്ട് കുറച്ച് ഇൻപുട്ട് വരും, അതിന് ന്യൂമറിക്ക് എൻകോഡിങ് നടത്തും. ഇതുവരെ ഇങ്ങനെ കടന്നു പോയിട്ട് കുറച്ച് വെയിറ്റ് ബയാസ് കാര്യങ്ങൾ ആഡ് ചെയ്ത് ഇതെല്ലാം ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു ഔട്ട്പുട്ട് ടെൻസർ ഉണ്ട്. ഔട്ട്പുട്ട് ടെൻസർ, ഇതാണ് റെപ്രസെൻറ്റേഷൻ ഔട്ട്പുട്ട്. ഇതിനെ തിരിച്ച് ഔട്ട്പുട്ടായിട്ട് എൻകോഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റേമൻ, സ്പഗാറ്റി ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തത്. ഫുഡും കാര്യങ്ങളും കറക്റ്റ് നമ്മളെ മോഡൽ പ്രഡിക്റ്റ് ചെയ്ത് എന്താണെന്ന് മോഡൽ മനസ്സിലായി. കുറേ ഡേറ്റാസ് ഉണ്ട്. ആ ഡേറ്റാസ് വെച്ച് മോഡൽ പഠിച്ചിട്ടാണ് ഈ ഔട്ട്പുട്ട് വരുന്നത്. അപ്പം നമ്മളൊരു ChatGPTക്കകത്ത് ഒരു പൂച്ച ഇട്ട് കൊടുത്തിട്ട് അത് ഇത് എന്താണ് ഈ ഇമേജ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ChatGPT പറയും പൂച്ചയെന്ന്. എന്ത് പൂച്ച, പല സൈസ് പട്ടിയെ പോലെ ഇരിക്കുന്ന പൂച്ച ഇട്ട് കൊടുത്താലും കറക്റ്റ് പൂച്ചയായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മളെ മോഡലിനെ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ. അത്രത്തോളം നമ്മളെ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ബെറ്റർ ട്രെയിനിങ്ങിലൂടെയാണ് നമ്മളെ മോഡൽ എത്ര ബെറ്ററായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹായ് സാർ, വാട്ട് വെദർ ടുഡേ. ഈ ഇൻപുട്ട് എന്താണ്, ഈ വോയിസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആ വോയിസിനെ എൻകോഡ് ചെയ്ത് നമ്പേഴ്സ് ആക്കും. എന്താണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഡേറ്റ. ഞാനിപ്പം ജെമിനി AI ഉള്ളൊരു ഫീച്ചറാണ്. നമുക്ക് ജെമിനിയായിട്ട് സംസാരിക്കാം. ജെമിനിയായിട്ട് ഞാൻ സംസാരിക്കുക, ഹലോ ജെമിനി എന്ന് സംസാരിക്കാൻ നേരത്ത് ഇതിനെല്ലാം ന്യൂമറിക്കലായിട്ട് ആ മെഷീൻ ജെമിനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിനെ നമ്പേഴ്സ് ആക്കും. ഇതുപോലെ ഹിഡൻ ലെയേഴ്സ് കൂടെ കണക്ട് ചെയ്യും. നമ്പേഴ്സ് ആക്കി എന്താണ് ഞാൻ സംസാരിച്ചെന്ന് മോഡൽ മനസ്സിലാക്കും. ഇതുപോലൊരു ഔട്ട്പുട്ട് ആ മോഡൽ മനസ്സിലാക്കും. ഈ ഔട്ട്പുട്ട് മനസ്സിലാക്കും. അതിനനുസരിച്ച് അതിന് പഠിച്ച ഡേറ്റയിൽ നിന്ന് അത് നമുക്കൊരു ഔട്ട്പുട്ട് തരും. അതാണ് അവിടെ ചെയ്യുന്നത്.
അപ്പം ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. ഇൻപുട്ട് ലെയർ ഉണ്ട്, ഓവറോൾ ആർക്കിടെക്ചറാണ്, ഹിഡൻ ലെയേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. ടൈപ്സ് ഓഫ് ലേണിംഗ്, സൂപ്പർവൈസ് ലേണിംഗ് ഇത് ഞാൻ പറഞ്ഞതാണ്. ട്രാൻസ്ഫർ ലേണിംഗ്, അതായത് നമ്മളെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു മോഡൽ, കുറച്ച് 2-3 മോഡലുണ്ടാവും. ഈ മോഡലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തെന്ന് പറയുന്നതാണ്. ഡീപ്പ് ലേണിംഗ് ആക്ച്വലി യൂസ്ഡ് ഫോർ നമ്മളെ ഡീപ്പ് ലേണിംഗ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളെ യൂട്യൂബ് നമ്മൾ യൂസ് ചെയ്യും. യൂട്യൂബിനകത്ത് എന്താ, ഞാനിപ്പം കുറച്ച് വീഡിയോസ് കണ്ടു. നമ്മളെ കുറച്ച് വീഡിയോസ് ആണ് നേരത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് വീഡിയോസ് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് അവിടെ വന്ന് കിടക്കുന്ന കാണത്തില്ലേ. ഞാനിപ്പം സെർച്ച് ചെയ്യുന്ന സാധാരണ ഞാൻ എന്ത് വീഡിയോകളാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ആ വീഡിയോസ് ഫ്രണ്ടിൽ വന്ന് കിടക്കും. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് കാണാൻ നേരത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ബേസിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഫുഡിനെ കുറിച്ചുള്ള വീഡിയോസ്, എനിക്ക് മെഷീൻ ലേണിംഗ് ആണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ മെഷീൻ ലേണിങ്ങിൻ്റെ കുറേ വീഡിയോസ് ഫ്രണ്ടിൽ വന്ന് കിടക്കും. നമ്മളെന്താണ് നോക്കുന്ന റെക്കമെൻഡേഷൻ, അതാണ് റെക്കമെൻഡേഷൻ. നമുക്ക് കുറേ റെക്കമെൻഡേഷൻ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ നമ്മളൊരു സിനിമ കണ്ട ഏത് സിനിമയാണെന്ന് ഇഷ്ടപ്പെട്ട ആ ജേണറിലുള്ള ത്രില്ലറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതെങ്കിൽ ത്രില്ലേഴ്സ് മൂവീസ് ഇഷ്ടം പോലെ നമുക്ക് റെക്കമെൻഡേഷൻ തന്ന് തരും. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കില്ലിങ്, നമ്മളെ ടൈം കില്ലിങ്ങിന് വേണ്ടിയാണ് ഈ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. നമ്മളത് ചെയ്യാൻ നേരത്ത് അത് യൂസ്ഫുള്ളാണ്. ഈ റെക്കമെൻഡേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്താണ് നമുക്കത് പ്രശ്നമാകുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങളിപ്പം ഷോർട്സ് കാണുന്നു, നിങ്ങൾക്ക് ഇഷ്ടംപോലെ റെക്കമെൻഡേഷൻ കാണാൻ നേരത്ത് നിങ്ങൾ ഒരു ഷോർട്സ് റെക്കമെൻഡ് വന്ന് ഫ്രണ്ടിൽ വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള ആകാംക്ഷയാണ്, കാണും. ഇത്രയും ടൈം നിങ്ങൾ കില്ല് ചെയ്യാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പം നെക്സ്റ്റ് വരുന്നത് നമ്മളെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ്. ഞാനിപ്പം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതിന് ഔട്ട്പുട്ടായിട്ട് അത് തരും. ഞാനിപ്പം ഹിന്ദിയിൽ ഇട്ട് കൊടുത്താൽ എനിക്ക് തമിഴിലാക്കി തരാൻ പറഞ്ഞാൽ തമിഴിലാക്കി തരൂലേ. ഞാൻ മലയാളത്തിൽ സംസാരിച്ചാൽ ഇംഗ്ലീഷാക്കാൻ പറഞ്ഞാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. പിന്നെ കമ്പ്യൂട്ടർ വിഷൻ, നമ്മളെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മളെ ടെസ്ല കാറ്. അപ്പം പോകാൻ നേരത്ത് കമ്പ്യൂട്ടർ വിഷൻ കാര്യങ്ങൾക്ക് ടെസ്ല എന്താണ് റോഡിൽ കൂടി പോകാൻ നേരത്ത് വണ്ടിയുണ്ടോ, സൈഡിൽ വണ്ടിയുണ്ടോ, ഇതെല്ലാം കമ്പ്യൂട്ടർ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയും. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. അത് നമ്മൾ ഇതിൻ്റെ അവസാനത്തെ ഒരു ബേസ് കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ. നമ്മൾ പിന്നെ നോക്കും. ഇപ്പം കുറേ കാര്യങ്ങൾ, ഈ നമ്മളെ ഇമെയിൽ നോട്ട് സ്പാം ആണോ അല്ലേന്ന് കണ്ടുപിടിക്കാം, റോഡിൽ ഒരു വണ്ടി ഉണ്ടോ ഇല്ലയെന്ന കാര്യങ്ങൾ, ഇത്ര കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പൈടോർച്ച് കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം. പൈടോർച്ചിൻ്റെ സ്ട്രെങ്ത് അളക്കാൻ എഴുതാണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ മികച്ചിരിക്കുന്ന പൈടോർച്ചാണ്. ഇതിൻ്റെ ടെൻസർ ഫ്ലോ ആണ്. പിന്നെ ജാക്സ്, അങ്ങനെ കുറേ ടോർച്ച് കാര്യങ്ങൾ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ പൈടോർച്ചാണ് മെയിനിൽ നിൽക്കുന്നത്. അപ്പം നമുക്കിനി കോഡിങ് നെക്സ്റ്റ് ക്ലാസ് ചെയ്ത് നോക്കുക. അതിന് മുമ്പ് നമുക്ക് GPU എന്നാണെന്ന് പറഞ്ഞിട്ട് പോകാം. ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ഇതെല്ലാം റൺ ചെയ്യാൻ ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്, 2 കാര്യങ്ങളുണ്ട്. ഇപ്പം NVIDIAയുടെ GPU ഇതൊന്നും വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് നമുക്ക് ഗൂഗിൾ കൊളാബിൽ ഫ്രീ TPU ഉണ്ട്, TPU 4. ഇതിനകത്താണ്, ഇത് ഗൂഗിളിൻ്റെ ഒരു TPU ഇതാണ്. നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡൽ റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് GPU or TPU അല്ലെങ്കിൽ CPU ആണ്. CPU ഇസ് വെരി സ്ലോ. അതുകൊണ്ട് നമ്മൾ GPU, ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് വേണ്ടി വരും. പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. ഇത്രയൊക്കെയാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ഐ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.